സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. സഭയെയും സഭാമക്കളെയും തെറ്റിക്കാനായിട്ട് സാത്താൻ പരിശ്രമിക്കുന്നു എന്ന് ഇന്നലത്തെ സന്ദേശത്തിൽ നമ്മൾ കേട്ടു. നമ്മൾ തുടർന്നും അമ്മ സംസാരിച്ചത് കേൾക്കാൻ പോകുകയാ. അമ്മ പറഞ്ഞത് മക്കൾക്കറിയണ്ടേ, സമാധാനത്തിൻ്റെ വഴി, ആ വഴി എവിടെയാണെന്ന് ലോകത്തിലായിരിക്കുമ്പോൾ ഓടി നടന്ന് തേടിയിട്ട് കാര്യമില്ലെന്ന് അമ്മ പറയാ. ആ വഴി നമ്മളിൽ തന്നെയുണ്ട്. അത് തുറക്കാനായിട്ടുള്ള വഴിയും കാരണങ്ങളും ഒക്കെ മാതാവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴികളിലേക്ക് നമ്മുടെ മനസ്സിനെ, ശരീരത്തെ ഒക്കെ സമർപ്പിച്ച് നമുക്ക് തുടർന്ന് ഈ സന്ദേശങ്ങൾ ശ്രവിക്കാം. മക്കളെ, ഞാൻ ഇവിടെ നൽകുന്ന സന്ദേശങ്ങളും മനസാന്തര അടയാളങ്ങളും വഴി ലോകം രക്ഷയിലേക്ക് ഉയരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. രക്ഷപ്പെടണം ലോകം, അതാണ് അമ്മയുടെ ആഗ്രഹം. എൻ്റെ തിരുക്കുമാരൻ്റെ സ്നേഹം ഓരോ മക്കളിലും പ്രതിഫലിക്കാനായി ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന നിരതയായിരിക്കുവാൻ പിതാവിനാൽ ഞാൻ നിയോഗിക്കപ്പെട്ടു. ആ നിയോഗാർത്ഥമാണ് അമ്മ ഇവിടെ വന്നതും അമ്മ നമ്മളോട് സംസാരിക്കുന്നതും. എന്നാൽ അപകീർത്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവർത്തനങ്ങളും മാധ്യമങ്ങളും യേശു സ്നേഹത്തിനെതിരായി മനുഷ്യ മക്കളിലൂടെ പ്രവർത്തിക്കുന്നു. ഇന്നും വളരെയേറെ മക്കൾ സുഗന്ധത്തിന് വേണ്ടി മാത്രം വരുന്നു. ഇത് അതിൻ്റെയും അവസാനം സംഭവിക്കാൻ അധികം നാളുകളില്ല. ഈ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ മാതാവിൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന സുഗന്ധം എപ്പോഴും ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് പല നല്ല വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായി. ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. അമ്മ പറയാം, അതിൻ്റെ ഈ അവസാനം സംഭവിക്കാൻ അധികം നാളുകളില്ല. സുഗന്ധത്തിന് വേണ്ടി മാത്രം വരുന്നവർക്ക് അത് ലഭിക്കാനുള്ള അവസരങ്ങൾ ഇനി ഉണ്ടാകില്ല എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അതിന് മുൻപായി അമ്മ പറഞ്ഞു, മാധ്യമങ്ങൾ, അപകീർത്തികൾ, ദുഷ്ചിന്തകൾ, ദുഷ്പ്രവർത്തനങ്ങൾ, മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. കൂദാശ എന്ത്, സഭ എന്ത്, വിശ്വാസം എന്ത്, പ്രാർത്ഥന എന്ത്, ദിവ്യകാരുണ്യം എന്ത്, സഭയുടെ മൗലികമായിട്ടുള്ള അടിസ്ഥാനം എന്ത്, അത് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയുള്ള രക്തസാക്ഷികളുടെ ചുടുനീണത്താൽ പണിതുയർത്തപ്പെട്ടതാണെന്നും വിശ്വാസത്തിലാണ് അത് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും സഭയുടെ അധിപൻ യേശു ക്രിസ്തുവാണെന്നും ഒന്നും മനസ്സിലാക്കാതെ അന്തിച്ചർച്ചകൾക്കും മഞ്ഞ പത്രങ്ങൾക്കും ഒക്കെ കൂദാശകൾ ഇട്ടുകൊടുത്ത കുറേ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്തൊക്കെ മാധ്യമ പ്രചാരണങ്ങളാണ് നടന്നത്, മാധ്യമ വിധികളാണ് നടന്നത്. നാണം തോന്നുന്ന, മനഃശാഞ്ചല്യമില്ലാതെ മറ്റുള്ളവരെ അവഹേളിക്കുന്നു എന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും തോന്നുന്ന രീതിയിലല്ലേ കൂദാശകൾ എറിയപ്പെട്ടു കൊടുത്തത്, അത് ചർച്ച ചെയ്തതോ? ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ കാരണങ്ങളും വ്യക്തികളെയും ഒക്കെ അന്വേഷിച്ച ചെന്നെത്തുന്നത് ഒരു ക്രിസ്ത്യാനിയിലേക്കായിരിക്കും. അതുകൊണ്ട് അമ്മ ഇത്രയും സങ്കടത്തോടെ ഇവിടെ സംസാരിച്ചത്. നമ്മളത് മനസ്സിലാക്കണം. പവിത്രമായതിനെ പവിത്രമല്ലാത്തതിന് മുൻപിൽ ഇട്ടുകൊടുക്കരുത് കേട്ടോ. ഈശോയുടെ സ്നേഹം എന്തെന്നറിയാത്തവരുടെ മുൻപിൽ ഇട്ടുകൊടുത്താൽ അത് ചർച്ചയിൽ അവസാനിക്കും. അത് ജീവൻ പകരുന്നതാകില്ല. ഞാൻ ഒരു മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തുകയില്ല. ഷെക്കേന, ശാലോം, ഗുഡ്നസ് എന്ന പോലെയുള്ള ഒത്തിരി നല്ല മാധ്യമങ്ങളും നമ്മുടെ സ്വദേശത്തും വിദേശത്തുമായി ഒത്തിരി ഉണ്ട്, ഈശോയുടെ സ്നേഹത്തെ കൊടുക്കുന്നവർ. എന്നാൽ നമ്മുടെ കേരള സഭയ്ക്ക് സംഭവിച്ചതും സംഭവിക്കാത്തതും ഊഹാപോഹങ്ങളൊക്കെ ചർച്ചകളായൊരു കാലഘട്ടം. അതിനൊക്കെ ഇരുന്ന് കൊടുക്കുന്ന നമ്മളെ പിടിച്ചു വേണം തല്ലാൻ, അല്ലേ? നമ്മളാണ് അവർക്ക് റേറ്റിംഗ് കൊടുത്തുകൊണ്ട് കർത്താവിനെ പറഞ്ഞോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. അത് ശ്രദ്ധിക്കണം. നമ്മൾ തിന്മയ്ക്ക് കൂട്ടുനിൽക്കരുത്. നമ്മുടെ ആത്മാവിനാണ് അത് നാശമായിട്ട് പരിണമിക്കുക. മക്കളെ, തിരുവചനത്തിലും ദിവ്യകാരുണ്യത്തിലും ജപമാല ഭക്തിയിലും നന്ദി സ്തുതികളിലും അധിഷ്ഠിതമായ ജീവിതം കർത്താവിന് കാഴ്ചയർപ്പിക്കാൻ, പാപാവസ്ഥയിൽ നിന്ന് മോചിതരാകാൻ അധ്വാനിച്ചു മുന്നേറുക. അധ്വാനിക്കണം. വെറുതെ ഇരുന്നാൽ പോരാ, അധ്വാനിക്കണം. ആത്മാവിൻ്റെ അധ്വാനം ശാരീരിക അധ്വാനത്തേക്കാൾ ശ്രമകരമാണ്. പക്ഷേ ശാരീരിക അധ്വാനത്തേക്കാൾ ആത്മാവിൻ്റെ അധ്വാനം ഫലമുള്ളതാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് അമ്മ പറയാ, തിരുവചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണോ? പലർക്കും എളുപ്പമായിട്ടുണ്ടാകാം. പക്ഷേ
മാനുഷിക ചിന്തയിൽ പലർക്കും അത് എളുപ്പമല്ല. അമ്മ പറയാ, തിരുവചനത്തിൽ ജീവിക്കുക, വചനം പറഞ്ഞ പോലെ ജീവിക്കുക. ജീവിക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റാത്തതൊന്നും ഈശോ നമ്മളോട് പറയില്ല, അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കില്ല. ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുക, ദിവ്യകാരുണ്യമായി ജീവിക്കുക, വിശുദ്ധ കുർബാനയോട് ഭക്തിയുള്ള കുഞ്ഞായിട്ട് ജീവിക്കുക, ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുക, ജപമാല ഭക്തി, എല്ലാ കാര്യത്തിലും നന്ദിയും സ്തുതിയും ദൈവത്തിന് അർപ്പിക്കുക. അതിലൊക്കെ അധിഷ്ഠിതമായ ജീവിതം കർത്താവിന് കാഴ്ചയർപ്പിക്കുവിൻ. പാപാവസ്ഥയിൽ നിന്ന് മോചിതരാകാൻ അധ്വാനിച്ചു മുന്നേറുവിൻ. ഈ അമലോത്ഭവയായ അമ്മ എന്നും നിങ്ങളോടൊപ്പം യേശു സ്നേഹം നൽകാനുണ്ടായിരിക്കും. സഭയും സഭാപിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ നമ്മളെ ഇതിന് സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അധ്വാനിച്ചു മുന്നേറാം. നമുക്ക് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ 22ാമത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നത്. തുടർന്ന് അമ്മ 1997 ഡിസംബർ 24-ന് 23ാമത്തെ സന്ദേശം നൽകി. എൻ്റെ വത്സല മക്കളെ, സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും വിശുദ്ധിയുടെയും അനർഘമായ പ്രകാശമേറിയ പ്രസാദവരങ്ങളാൽ നിങ്ങൾ നിറയണമെന്ന പിതാവായ ദൈവത്തിൻ്റെ ഇച്ഛാനുസരണം ഇതാ ഒരു തിരുപ്പിറവിയുടെ ഓർമ്മ ദിനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. മക്കളെ, ലോകരക്ഷകന് ജന്മമേകുന്നതിനുള്ള എൻ്റെയും തിരുക്കുമാരൻ്റെ വളർത്തുപിതാവിൻ്റെയും സഹനത്തിൻ്റെ നിമിഷങ്ങൾ നിറഞ്ഞ സന്തോഷം. മക്കളെ, ലോകരക്ഷകന് ജന്മമേകുന്നതിന് മുൻപുള്ള എൻ്റെയും തിരുക്കുമാരൻ്റെ വളർത്തുപിതാവിൻ്റെയും സഹനത്തിൻ്റെ നിമിഷങ്ങൾ നിറഞ്ഞ സന്തോഷം ലഭിക്കുന്നതിനായിരുന്നുവെന്നും ആ സന്തോഷം ത്യാഗത്തിലൂടെ വേദനയിലൂടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അമ്മ ഇവിടെ ഉദ്ദേശിച്ചത്, ഈശോയ്ക്ക് ജന്മം നൽകുന്നതിന് മുൻപ് ഔസേപ്പിതാവും മാതാവും എന്തുമാത്രം കഷ്ടതകൾ അനുഭവിച്ച് ജന്മം കൊടുക്കാൻ ഒരു വീട് പോലും ലഭിച്ചില്ലെന്നുള്ളത് നമുക്കറിയാം. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് മാനസിക വ്യഥ അനുഭവിച്ചു. എന്നാൽ ലോകരക്ഷകൻ എവിടെ പിറക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിലേക്ക് എത്തപ്പെടേണ്ടതിനായിട്ട് മറ്റുള്ളവരുടെ തിരസ്കരണങ്ങളും ഇടം കിട്ടാത്ത അനുഭവങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് പുൽക്കൂട്, കാലിത്തൊഴുത്ത്, മൃഗങ്ങൾ മേഞ്ഞ് ക്ഷീണം തീർക്കാനായിട്ട് അവരുടെ ഭവനമായിട്ട് മൃഗങ്ങൾ ഉപയോഗിക്കുന്ന ആ ഭവനം, പുൽക്കൂട് പറുദീസായോളം പ്രകാശപൂരിതമാക്കാനായിട്ട് ഈ മക്കളുടെ, അതായത് പരിശുദ്ധ അമ്മയുടെയും വളർത്തുപിതാവായ യൗസേപ്പിതാവിൻ്റെയും സഹനങ്ങൾ കാരണമായെന്നാണ് പറയുന്നേ. അതെന്താ? നമ്മൾ സഹനങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടതകൾ നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള നന്മയായിട്ട് മാറുമെന്ന് പരിശുദ്ധ അമ്മ ഉറപ്പ് നൽകുക. കാലിത്തൊഴുത്തിനെ പറുദീസയാക്കാൻ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും സഹനങ്ങൾ കാരണമായെങ്കിൽ ആ സന്തോഷം നമുക്ക് ലഭിക്കാൻ നമ്മുടെ സഹനങ്ങളും കാരണമാകും. ഒരു കഴുതയും കാളയും ഉച്ഛ്വസിക്കുന്ന ശ്വാസത്തിൻ്റെ ചൂടേറ്റ് ബെത്ലഹേമിലെ ഗുഹ രാജാതിരാജൻ്റെ രാജകൊട്ടാരമാകാനും വൈക്കോൽ മെത്ത രാജകീയ തൊട്ടിലാകാനും കാരണം ലോകം എൻ്റെ കുഞ്ഞിന് നൽകിയ തിരസ്കരണം മാത്രമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കഴുതയുടെയും കാളയുടെയും ഉച്ഛ്വസിക്കുന്ന ചൂടായിരുന്നു ഉണ്ണീശോയ്ക്ക് കിട്ടിയത്. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും നിർമ്മലമായ സാന്നിധ്യത്തിൽ ഒരു കഴുതയും കാളയും ശ്വാസോച്ഛ്വാസം നടത്തി ഈശോയ്ക്ക് ചൂട് കൊടുത്തു. ബെത്ലഹേമിലെ കാലികളുടെ ഗുഹ രാജാതിരാജൻ്റെ രാജകൊട്ടാരമായി, വൈക്കോൽ മെത്ത രാജകീയ തൊട്ടിലായി. അതിൻ്റെയൊക്കെ കാരണം എൻ്റെ കുഞ്ഞ്, എൻ്റെ മകൻ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ തിരസ്കരണമല്ലേ. നമ്മുടെ രാജാതിരാജന് ഇതാണ് കിട്ടിയതെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം ഈ ലോകത്ത് നിന്ന്? അഹങ്കാരം, അത്യാഗ്രഹം, ദ്രവ്യാസക്തി, ലോകത്തിന് പുറകെയുള്ള പരക്കം പാച്ചിൽ, ഇവ കാരണം ഇന്ന് യേശുവിൻ്റെ ദയനീയമായ വിളി കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. യേശു വിളിക്കുന്നുണ്ട് നമ്മളെ. നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? അഹങ്കാരം കാരണം, അത്യാഗ്രഹം കാരണം,
ദ്രവ്യാസക്തി, പണത്തോടുള്ള ആസക്തി, ലോകത്തിന് പുറകെയുള്ള പരക്കം പാച്ചിൽ, ഇവ കാരണം യേശുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ, അത് കേൾക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടുന്നില്ല. എൻ്റെ ഉണ്ണിയും ഞാനും ഇന്ന് നിങ്ങളുടെ അരികിലേക്ക്, നിങ്ങളുടെ മനുഷ്യഹൃദയത്തിലേക്ക് ഒരു ഇടത്തിനായിട്ട് കെഞ്ചി വരുമ്പോൾ നിങ്ങൾ നിർദ്ദയമായി ഞങ്ങളെ ആട്ടിപ്പായിക്കുന്നു എന്ന് അമ്മ പറയുന്നേ. ഒരിടത്തിന് വേണ്ടി കുഞ്ഞെ, നിന്റെ ഹൃദയത്തിൽ എനിക്കൊരിടം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ വരുന്നുണ്ട്, അനുദിന ജീവിതത്തിലൂടെ ഈശോ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗവനിക്കാറില്ല. പലപ്പോഴും അനുഷ്ഠാനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് സംതൃപ്തരായി, അതിൽ സംതൃപ്തരായി മന്ദോഷ്ണരായിട്ട് നമ്മൾ കഴിയുക. ആ സമയം കുഞ്ഞെ, നിന്റെ ഭവനത്തിൽ നിന്ന് നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥനയില്ലാതിരിക്കുമ്പോൾ, നിന്റെ ഭവനത്തിൽ നിന്ന് കർത്താവിനെ നീ ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ ഭവനത്തിലേക്ക് ഈശോ വരുന്നുണ്ട് ഒരിടത്തിനായിട്ട്, ഒരാശ്വാസത്തിനായിട്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ടോ, കർത്താവിനെ വിളിക്കുന്നവരുണ്ടോ എന്ന് നോക്കിയിട്ട് കാണാതെ വരുമ്പോൾ നീ ആട്ടിപ്പായിക്കുന്ന കർത്താവ് നിന്നെ വിട്ടു പോകില്ല കുഞ്ഞെ. കാത്തിരിപ്പുണ്ട്, ഇനിയും നിനക്ക് സമയമുണ്ട്. അതിനുള്ളൊരു സമയമാണിതാ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ സഹോദരങ്ങളെ സന്തോഷത്തോടെ ദൈവികതയിലേക്ക് വളർത്തേണ്ട, സ്വീകരിക്കേണ്ട ചുമതല നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെന്ന് നിങ്ങൾ മറന്നുപോകുന്നു. മക്കളെ, നിങ്ങളെല്ലാവരും ഈ അമ്മയോടൊപ്പം ആത്മവിശ്വാസത്തോടെ ക്ഷമയോടെ സഹിക്കുക. ദൈവിക പദ്ധതിയുടെ ഭാഗമെന്ന നിലയിൽ സഹനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരു നവജനനം, സഹിക്കുമ്പോൾ നവജനനം, ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ സംഭവം അവിടെ സംഭവിക്കുന്നു. പ്രതീക്ഷയുടെ പൊൻപ്രഭ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. എന്നെ ശ്രവിക്കുന്ന ഈശോ സ്നേഹിക്കുന്ന മക്കളെ, ഈശോയെ സ്നേഹിക്കുന്ന മക്കളെ, ഏത് സഹനത്തിലൂടെയാണോ നീ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. അമ്മ പറയാ, ഒരു നവജനനം, ഒരു പ്രതീക്ഷയുടെ പ്രഭ നിനക്ക് ലഭിക്കും. ആ സഹനത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. മഹത്വത്തിലേക്കുള്ള അവിടുത്തെ രണ്ടാം ആഗമനത്തിനായി നിങ്ങളെ തന്നെ ഒരുക്കുക, ഈ സഹനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട്. മക്കളെ, ഉണ്ണിക്ക് ജന്മമേകാനായി ഞാൻ എൻ്റെ ഭർത്താവായ ജോസഫിനോടൊപ്പം അനുഭവിച്ച ത്യാഗങ്ങൾ, യാത്രാക്ഷീണം, ശൈത്യത്തിൻ്റെ ഉഗ്രത, തിരസ്കരണത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും നിമിഷങ്ങൾ, ഇതെല്ലാം നിങ്ങളിലും പല വിധത്തിലും സംഭവിക്കാൻ ഇടയുണ്ട്. നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലേ? നമ്മുടെ ജീവിതത്തിൽ പല ത്യാഗങ്ങളുണ്ട്. എന്നാൽ ലോകം നിങ്ങളെ വെറുത്താലും ലോകരാജാവിന് വേണ്ടി, ദിവ്യപ്രകാശത്തിന് വേണ്ടി ഒരുങ്ങി നിന്ന ഒരു ഗുഹ അന്ന് ഞങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ, അമ്മയ്ക്കും വിശുദ്ധ യൗസേപ്പിതാവിനും ലഭിച്ചുവെങ്കിൽ, ഉണ്ണി മിശിഹായ്ക്ക് ലഭിച്ചുവെങ്കിൽ, പറുദീസായിലെ സന്തോഷം ആ കാലിത്തൊഴുത്തിൽ ലഭിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ജീവിതം കൊണ്ട് വിഷമിക്കേണ്ട. ഇന്നത്തെ ജീവിതത്തിൽ ഇല്ലായ്മയും വല്ലായ്മയും രോഗപീഠകളും കണ്ട് വിഷമിക്കേണ്ട. ഇതൊക്കെ ദൈവം തരുന്നത് കാലിത്തൊഴുത്ത് പറുദീസയാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്തോഷം നമ്മിൽ നിറയ്ക്കാനായിട്ടാണ്. സന്തോഷത്തോടെ സഹനം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഒരിക്കൽ പോലും ലോകത്തിന് നിങ്ങളെ കൊടുക്കരുത്. ഇതൊക്കെ സംഭവിച്ചാലും മക്കളെ, നിങ്ങൾ നിങ്ങളെ തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ വിറ്റുകൊടുക്കരുത് കേട്ടോ. പരിശുദ്ധ അമ്മ പറയാ, ഈ അമ്മയോടൊപ്പം ഉത്കടമായ പ്രാർത്ഥനയിൽ ത്യാഗ മനസ്ഥിതിയോടെ ജീവിക്കുവിൻ. എൻ്റെ ഉണ്ണിക്ക് പിറക്കുവാനൊരിടം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുവിൻ. അവൻ്റെ ആദ്യത്തെ കരച്ചിൽ നിങ്ങൾ കേൾക്കുവിൻ. അവൻ്റെ ആദ്യത്തെ വിലാപത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ശബ്ദം, ത്യാഗത്തിൻ്റെ ശബ്ദം നിങ്ങൾ ശ്രവിക്കുവിൻ. മനുഷ്യനായി അവതരിച്ച യേശുവിൻ്റെ ആദ്യത്തെ സ്വരം ഭൂമിയിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് ജന്മമെടുത്തപ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് ലോകത്ത് ജനിക്കുമ്പോൾ കരയില്ലേ? ആ കരയുന്നതാണ് നമുക്ക് മെഡിക്കൽ സയൻസൊക്കെ ഒരു പോസിറ്റീവ് സൈനായിട്ട് പറയുക. അതുപോലെ തന്നെ ഈശോയും കരഞ്ഞു, ഉണ്ണീശോയും കരഞ്ഞു. ആ സ്വരത്തിന് പല അർത്ഥങ്ങളുണ്ടായിരുന്നു എന്നാ അമ്മ പറയുന്നത്. അത് വിലാപത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെയൊക്കെ ശബ്ദമായിരുന്നു. നിങ്ങളെ തന്നെ ഒരുക്കുവിൻ. അവൻ്റെ ഇളം മേനിക്ക് ഈ ലോകത്തിൻ്റെ ചൂട് നൽകാതെ വിശുദ്ധിയുടെ ഊഷ്മളത നൽകുവിനെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ
ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയമാകുന്ന താരാട്ട് തൊട്ടിയിൽ അവനെ ഞാനിതാ കിടത്തുന്നു. ഈശോയെ അമ്മ ഇതാ നമുക്ക് തന്നിരിക്കുന്നു. ഈശോയെ ലോകത്തിന് പരിശുദ്ധ അമ്മ സമ്മാനിച്ചതുപോലെ ഇതാ അമ്മ വീണ്ടും പറയാ, അവൻ്റെ ദ്വിതീയ ആഗമനം എത്താറായി. മക്കളെ, നിങ്ങളുടെ താരാട്ട് തൊട്ടിയിലേക്ക്, ഹൃദയമാകുന്ന താരാട്ട് തൊട്ടിയിലേക്ക് ഞാൻ അവനെ ഇതാ കിടത്തുന്നു. വിശുദ്ധിയുടെ ഊഷ്മളത, വിശുദ്ധിയുടെ ചൂട്, വിശുദ്ധിയുടെ പൂർണ്ണതയുള്ള സ്നേഹം അവന് കൊടുക്കുവിനെന്ന അമ്മ നമ്മളോട് പറയുന്നത്. ഈ ഉണ്ണിയെ നിങ്ങൾ തള്ളിക്കളയരുത്. ലോകസുഖം വെറുത്താലേ ഈ സ്വീകരണം സാധ്യമാകൂ. ഇത് പറയുമ്പോൾ തന്നെ അനേക ഹൃദയങ്ങളിലേക്ക് കർത്താവിൻ്റെ ചൈതന്യം പൊൻപ്രഭയായിട്ട്, പുതു ചൈതന്യമായിട്ട് കടന്നു വരുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലോകസുഖം വെറുത്താലേ അത് സ്വീകരിക്കാൻ, അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ പ്രത്യാഗമനം അങ്ങ് അകലെയല്ല, അടുത്തു കഴിഞ്ഞു. ഈശോയെ ഇതാ പരിശുദ്ധ അമ്മ നമ്മിലേക്ക്, നമ്മുടെ അരികിലേക്ക് പരിചയപ്പെടുത്തി കൊണ്ടുവരികയാണ്. പ്രത്യാഗമനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതാ നിങ്ങളുടെ ഹൃദയമാകുന്ന താരാട്ട് തൊട്ടിയിൽ ഞാൻ അവനെ കിടത്തുന്നു. മക്കളെ, അനുദിന ജീവിതം ഒരുക്കത്തോടെ മാത്രമായിരിക്കുക. പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ കൃപകൾ നിറഞ്ഞ നിങ്ങളുടെ ദിവ്യകാരുണ്യ അമ്മ ഉണ്ണിയോടൊപ്പം നിങ്ങളെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നാളത്തെ പ്രാർത്ഥനാ ദിനത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ, ആമേൻ.